lateral surface area of a square pyramid is 260 square centimeter and its total surface area is 360 square centimeter. ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വതല പരപ്പളവ് 260 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഉപരിതല പരപ്പളവ് 360 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: പാദ പരപ്പളവ് എത്ര, ബേസ് ഏരിയ എത്ര, സ്ലാൻഡ് ഹൈറ്റ് ചരിവുയരം എത്ര, വോളിയം വ്യാപ്തം എത്ര എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TSA ഈക്വൽ ടു എന്താണ്? LSA ബേസ് ഏരിയ പ്ലസ് LSA അല്ലേ? ബേസ് ഏരിയ പ്ലസ് LSA അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്? ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ പാദ പരപ്പളവ് അധികം പാർശ്വതല പരപ്പളവ്. അതായത് ഇക്വേഷനായിട്ടാണ് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? A² + 2AL എന്നല്ലേ പല കുട്ടികളും ചിലപ്പോൾ ഇങ്ങനെ എങ്ങും ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പം ഉപരിതല പരപ്പളവ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 360. അതായത് 360ക്ക് ഈക്വലാണ് എന്ത്? A² + 2AL. അതിൽ 2AL ആണ് എന്ത്? നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലേ? ലാറ്ററൽ സർഫസ് ഏരിയ എത്ര തന്നിട്ടുണ്ട്? 260. അപ്പോൾ 2ALൻ്റെ അവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? 260. അപ്പോൾ A² കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 260 ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൈനസ് ചെയ്താൽ മതിയല്ലോ. അതായത് 360 മൈനസ് 260 ദാറ്റ് ഈസ് ഈക്വൽ ടു A². അതായത് 100 സമം A². സോ A ഈസ് ഈക്വൽ ടു 100ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. A ഈസ് ഈക്വൽ ടു എത്രയാണ്? 10. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയുടെ ആൻസർ, ഇതാണ് ഓപ്ഷൻ എയുടെ ആൻസർ. ദെൻ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഇക്വേഷനകത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഈ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് എടുക്കുക. 2AL പാർശ്വതല പരപ്പളവ് അഥവാ ലാറ്ററൽ സർഫസ് ഏരിയ എത്ര തന്നിട്ടുണ്ട്? 260 എന്ന് തന്നിട്ടുണ്ടല്ലോ. ഓപ്ഷൻ ബി ആ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് A നമുക്ക് മനസ്സിലായി. 2 × എയുടെ വാല്യൂ 10 × L സമം 260. 10 × 2 20 അല്ലേ? സോ 20 × L സമം 260. L ഈസ് ഈക്വൽ ടു 260 ഡിവൈഡഡ് ബൈ 20. കട്ട് ചെയ്തു. 26/2 എത്രയാണ്? 13. ലാറ്ററൽ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 13 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1/3 A² H. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിൽ A ഈക്വൽ ടു 10 എന്നും L ഈക്വൽ ടു 13 എന്നും ഉണ്ട്. നിങ്ങൾ ആ ചിത്രം നോക്കുക. ചിത്രം ഇതാണല്ലോ, ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ചിത്രം, അതായത് സമചതുര സ്തൂപികയുടെ ചിത്രം ഇതാണ്. മുകളിൽ നോക്കുന്ന വ്യൂ ആട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഈ L അറിയാം. L എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൻ്റെ മിഡിലിൽ നിന്ന് വരയ്ക്കുന്ന ഇതാണ് L എത്രയാണ്? 13. ഇനി ബേസിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമുക്ക് ഈ പകുതി വരെയുള്ള ദൂരം എന്തെന്ന് എഴുതാം? 5. അപ്പോൾ പൈതഗോറിയൻ ട്രിപ്ലറ്റ് നമുക്കറിയാമല്ലോ. ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പട്നൂസ് 13ഉം ബേസ് 5 ആണെങ്കിൽ ഇതെത്താ? 13² - 5². അതായത് 169 - 25, അതായത് 144 വരെ, ദാറ്റ് ഈസ് 12. സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് കൊടുക്കാമല്ലോ. 1/3 × 10ൻ്റെ സ്ക്വയർ × 12. വേണം ഈ 3ഉം 12 കട്ട് ചെയ്ത് 4 എന്ന് എഴുതിയാൽ 100 × 4 400 cm³ വോളിയം. ഓക്കെ, ഇത് ഒരു വെറൈറ്റി ചോദ്യമാണ്, ചെയ്ത് നോക്കണേ.